ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ന് ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ വന്നിട്ട് എല്ലാവരോടും കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, വലിയ രീതിയിൽ എടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് സിജോൻ്റെ കാര്യം. അതായത് സിജോ റോക്കി അടിച്ചിട്ട് റോക്കിയുടെ ഇടി കൊണ്ടിട്ട് പുറത്ത് പോയ ഒരാളാണ്. അതായത് ആ ഹോസ്പിറ്റലിൽ പോയ ഒരാളാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് നിങ്ങൾ ആരെങ്കിലും കൺസേൺ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അവിടെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവിടെ ഒരാൾ പോലും സിജോൻ്റെ കാര്യം ചോദിച്ചിട്ടില്ല. സിജോയാണ് ഇടി കൊണ്ടിട്ട് പറ്റിയിട്ട് പുറത്തു പോയ ആൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടിരുന്നു, അതും അഖിൽമാരൊക്കെ പോയ സമയത്ത് എല്ലാവരും അത് തന്നെ പറയുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരാൾ ഇടി കിട്ടിയിട്ടാണ് പുറത്തു പോയിരിക്കുന്നത്. എന്നിട്ട് എല്ലാവരും റോക്കിനെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഒരാൾ പോലും സിജോൻ്റെ കാര്യം സംസാരിച്ചിട്ടില്ല. അത് വളരെയധികം നമുക്ക് എന്താ പറയുക, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. ഒരാൾക്ക് പോലും സിജോൻ്റെ കാര്യം ഓർമ്മയുണ്ടായിരുന്നില്ല. ഒരാൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്ന സമയത്ത് ഒരാൾ പോലും അത് സംസാരിച്ചില്ല. അതൊരു മാനുഷിക പരിഗണന എന്ന് പറയുന്നൊരു സംഭവം പോലും ഒരാൾ നോക്കിയില്ല. എല്ലാവരും റോക്കിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു. റോക്കി വരില്ലേ എന്നും ചോദിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും അവരുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ദിവസം കൂടെ നിന്ന ഒരു വ്യക്തിയാണ്. എന്തോ ആയിക്കോട്ടെ, ഗെയിമും കാര്യങ്ങളൊക്കെ വേറെ, അതൊക്കെ വിട്ടിട്ട് ഇവരൊക്കെ ഒരു മൈൻഡ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറയത്തില്ല, ഒരാൾ പോയി കിട്ടിയാൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിലാണ് ഇവരതിനെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെയൊക്കെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ റോക്കി പുറത്തായപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ സിജോ പോയപ്പോൾ തന്നെ ഇവരുടെ മനസ്സിൽ നിന്ന് ഈ ഒരാൾ പുറത്തായി, ഒരാളും കൂടി പുറത്തായി, റോക്കിൻ്റെ കൂടെ സിജോയും പുറത്തായി എന്നുള്ളൊരു മൈൻഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്കൊന്നും സിജോനെ പറ്റിയിട്ട് ഒരു കാര്യവും നിങ്ങൾ നമ്മുടെ ക്യാമറയിൽ പോലും ചോദിച്ചിട്ടില്ല, ബിഗ് ബോസിൻ്റെ അടുത്ത് പോലും ആരും ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരും ചോദിച്ചില്ല, ശ്രീലേഖ മാത്രമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ലാലേട്ടാന്ന് പറയണത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും ലാലേട്ടൻ നല്ല രീതിയിൽ ശകാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കാത്തത്, ഒരു നിങ്ങളുടെ കൂടെ ഇത്രയും നാൾ നിന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പോലും ആരും ചോദിച്ചിട്ടില്ല. ഇത് വലിയ രീതിയിൽ തന്നെ ലാലേട്ടൻ അടക്കം നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്. ജാസ്മിനോട് ചോദിക്കുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട്, അതായത് ഞാൻ ഇത് വലിയ രീതിയിലൊന്നും എടുത്തിട്ടില്ല ലാലേട്ട, അതായത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അവർക്ക് രണ്ടുപേരെടുത്തും എനിക്ക് വലിയ എന്താ പറയുക, ഇമോഷണൽ കണക്റ്റും കാര്യങ്ങളൊന്നുമില്ല. അവർ രണ്ടുപേരും പോയത് ഞാൻ ആ രീതിയിൽ പോയി എന്നുള്ള രീതി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ നല്ല ദേഷ്യം പിടിച്ചിട്ട് എങ്കിൽ അവിടെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, അപ്പോൾ ജാസ്മിൻ പറഞ്ഞ പോലെ എല്ലാവരും ഇത് ആ രീതിയിൽ എടുത്തിട്ടുള്ളൂ, ചെറിയൊരു കാര്യം അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല ഇതിൽ എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ നല്ല രീതിയിൽ അവരെ ശകാരിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് എല്ലാവരും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും മുഖമൊക്കെ മാറുന്നുണ്ട്. അയ്യോ ഞങ്ങളെ ചോദിച്ചില്ലല്ലോ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ശരണ്യയും ശ്രീലേഖയും മാത്രമാണ് ആകെ ചോദിച്ച ആൾക്കാരും. സാധാരണ ഒരു ആൾക്കാർ ചോദിക്കേണ്ടതാണ്. സാധാരണ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിലും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എല്ലാവരും ഗെയിമിലായതുകൊണ്ടായിരിക്കണം ഒരാളും ചോദിച്ചിട്ടില്ല. അത് റോക്കിനെ പറ്റിയിട്ട് എല്ലാവരും പറഞ്ഞതല്ലാതെ ആരും സിജോനെ പറ്റി അന്വേഷിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ സിജോനെ നിങ്ങൾക്ക് കാണിച്ചു തരാം, സിജോൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞാൻ കാണിക്കുന്നതാണ്, അല്ലാതെ നിങ്ങളാരും കാണണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സിജോനെ അവരുടെ മുൻപിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. കാണുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. ഒന്നാമത് നമ്മുടെ ലാലേട്ടൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ സിജോനോട് സോറി പറയുന്നുണ്ട്. കാരണം അവരുടെ ഭാഗത്തുനിന്നും കൂടിയുള്ളൊരു തെറ്റാണ്. കാരണം അവരൊരിക്കലും വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു കാര്യം വേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ സിജോ വരുന്നുണ്ട്. സിജോ വന്നപ്പോൾ നമ്മളാകെ ഞെട്ടിപ്പോയി. കാരണം സിജോൻ്റെ മുഖം മൊത്തം മാറിയിട്ട് എന്താ പറയേണ്ടത്, മൊത്തത്തിൽ അങ്ങ് താടിയൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് മുഖം തന്നെ മാറിയൊരു സിജോനെ കാണുന്നത്. അത് മുഖമൊക്കെ വീങ്ങി വണ്ണം വെച്ചിട്ട് ഭയങ്കര രീതിയിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് സിജോനെ. സർജറി കഴിഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതായത് നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഈ നമ്മുടെ മോണയുടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ എൻ്റെ കൂട്ടായിട്ടുണ്ട് എന്നൊക്കെ സിജോ പറയുന്നുണ്ട്. അതായത് കുറേ ബാൻഡേജുകൾ, ഒരു പ്ലേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് സിജോ പറയണത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അത് വീങ്ങി വണ്ണം വെച്ച മാതിരി ഉണ്ട് മുഖം കാണുമ്പോൾ സിജോൻ്റെ. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും മൈൻഡ് ഔട്ടായി. കാരണം ഇത്രയും ഒന്നും സംഭവിച്ചു എന്ന് ഉള്ളിലിരിക്കുന്നവർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു ഇടി കിട്ടി എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. പക്ഷേ അവരും ഇപ്പോഴാണിത് കാണുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യമോ കാര്യങ്ങളോ ഇല്ലാത്തതിലും അവർക്ക് നല്ല വിഷമവും കാര്യങ്ങളും കാണുന്നുണ്ട്. ഏട്ടനൊക്കെ സോറി പറയുന്നുണ്ട്. കാരണം അത് ഭയങ്കരമായിട്ട് ലാലേട്ട് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ സോറി പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും അത് എഫക്റ്റ് ചെയ്തത് ലാലേട്ടനൊക്കെ സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സിജോൻ്റെ കാര്യം ഞാൻ അറിഞ്ഞിടത്തോളം സിജോ കല്യാണമൊക്കെ ഉറപ്പിച്ച ശേഷമാണ് അതിനകത്തേക്ക് പോയിരിക്കുന്നത്. ഒരാൾ വെയിറ്റിംഗ് ആണ് പുറത്ത്, ഒരു കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ബന്ധപ്പെട്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ മൊത്തത്തിൽ സിജോൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സിജോ പറയണമെന്നുണ്ട്, അത് എനിക്ക് പ്രശ്നമില്ല, ഇത് ഗെയിമിൻ്റെ സ്പിരിറ്റിലേ ഞാൻ എടുക്കുന്നുള്ളൂ എന്നൊക്കെ
പറയുന്നുണ്ടെങ്കിൽ പോലും അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്ത് പൊട്ടിത്തിരിക്കുന്ന ഒരു ലാലേട്ടനെയാണ് നമ്മൾ കണ്ടത്. കാരണം ഒരു മാനുഷിക പരിഗണന പോലും നിങ്ങൾ കാണിച്ചിട്ടില്ല. ഒരാൾ പുറത്ത് പോയിട്ട് സർജറി ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും നിങ്ങൾ ഒരാളോടും ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസിനോട് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളെ ലാലേട്ടൻ ഇപ്രാവശ്യം എല്ലാം പറയേണ്ട സ്ഥാനത്ത് പറയേണ്ടതുപോലെ പറയുന്നുണ്ട്. അപ്പോൾ കുറേയേറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ലാലേട്ടൻ ഇപ്പോൾ നമ്മൾ കാണുന്നത് വലിയ രീതിയിൽ തന്നെ പറയേണ്ട കാര്യങ്ങൾ അത്രയും സ്ട്രെസ് എടുത്ത് തന്നെ പറയുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. എന്തായാലും ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്ക് അവർക്കെല്ലാം നല്ല സങ്കടമുള്ളതുപോലെയൊക്കെ ഇപ്പം എന്തായാലും നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് സിജോ സംസാരിക്കുന്നുണ്ട്. സിജോ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും തിരിച്ചു വരും, ഞാൻ ഇതിൻ്റെ വിന്നറായിട്ട് മാത്രമേ തിരിച്ചു പോകൂ എന്ന് പറയുന്നുണ്ട്. എനിക്ക് എല്ലാം ഓക്കെയാണ്, ഞാൻ ഗെയിം സ്പിരിറ്റിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ അച്ഛനുമായിട്ട് എനിക്ക് നല്ല രീതിയിൽ പോകണം. അപ്പോൾ അതിന് എനിക്ക് എന്തായാലും ഇതായിട്ട് പുറത്ത് വന്നേ തീരൂ, നല്ല രീതിയിൽ പുറത്ത് വന്നേ തീരും. അപ്പോൾ എന്തായാലും 2-3 ദിവസത്തെ റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ജ്യൂസ് മാത്രമേ ഒരു 2 ആഴ്ചത്തേക്കൊക്കെ കുടിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ പിന്നീട് മാറി നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റട്ടെ എന്നും പറയുന്നുണ്ട്. എന്താണ് ഈ ലൈവ് അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.